ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ളതാണ് ഏറ്റവും പുതിയ TVS അപ്പാഷെ RTR 162യുടെ ഗ്ലോസി ബ്ലാക്ക് എഡിഷൻ മോഡൽ. അതായത് ഏറ്റവും റീസെൻ്റായിട്ട് TVS 160 അപ്പാഷെ സീരീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കളർ ഓപ്ഷനാണ് ഈ കാണുന്ന ഗ്ലോസി ബ്ലാക്ക് എന്നുള്ളത്. അതായത് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുന്ന മോട്ടോർ സൈക്കിളാണിത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, എത്ര രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം TVSൻ്റെ നാട്ടകത്തുള്ള ബ്രാഞ്ചിലാണ്. ഇതാണ് ഇവരുടെ മെയിൻ ഷോറൂം. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ RTR 164V 162V ഗ്ലോസി ബ്ലാക്ക് എഡിഷൻസ് കറൻ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വാഹനം നേരിട്ട് കാണണം, ടെസ്റ്റ് റൈഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഡിസൈനിലാണ് ഈ വണ്ടിക്ക് ഏറ്റവും വലിയ ചേഞ്ച് വന്നിരിക്കുന്നത്. ഡിസൈനിൽ ഞാൻ പറയില്ല, ഇതിൻ്റെ കളറിൽ. കാരണം ഇതൊരു ഫുൾ ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ നോർമലി ഒരു ബ്ലാക്ക് വണ്ടി വാങ്ങിച്ചിട്ട് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്താൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് കമ്പനി തന്നെ ഈ ഒരു വാഹനത്തെ സ്റ്റോക്കായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇല്ലീഗൽ മോഡിഫിക്കേഷൻസ് നടത്തി എന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരില്ല. ഒരു ക്ലീൻ ബ്ലാക്ക് ലുക്ക് വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഈ കാണുന്ന 162V അല്ലെങ്കിൽ 164V മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തന്നെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഗ്രസീവ് ഫ്രണ്ട് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് LED ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റിൽ അവർ കൊടുത്ത ആ ഒരു LED ഹെഡ്ലാമ്പും പുതിയ ആ ഒരു ഡീമനായി DRLും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റഡ് മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ ഇപ്പോൾ പോപ്പപ്പും വന്നിട്ടുണ്ടാവും. LED ഹെഡ്ലാമ്പാണ്. അതുപോലെ തന്നെ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഡൗട്ട് ആയിട്ടുള്ള ചെറിയ വിൻ വൈസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മളുടെ ത്രിവർണ്ണ പതാകയുടെ ട്രൈ കളറിൻ്റെ ഒരു ചെറിയ സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇനി ഹാൻഡിൽ ബാർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച്, മോഡ് സെലക്ഷൻ സ്വിച്ച്, പവർ സ്റ്റാർട്ട് സ്വിച്ച്, ലെഫ്റ്റിൽ ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ആൻഡ് ഹോൺ എന്നുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും സിൽവർ കളറിലാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത് നല്ലൊരു കോൺട്രാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു ഓറഞ്ച് ബാക്ക് ലൈറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ സാധിക്കും. ഇതാണ് ടാക്കോമീറ്റർ, ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്, ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഇവിടെ ഓഡോമീറ്റർ, അതുപോലെ തന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സ്, ഹൈ സ്പീഡ് റെക്കോർഡർ, ടോപ്പ് സ്പീഡ് റെക്കോർഡർ, 0 to 60 റെക്കോർഡർ പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏത് റൈഡിംഗ് മോഡിലാണ് വാഹനം കിടക്കുന്നതെന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് RTR 160 എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതൊരു മെറ്റൽ ടാങ്ക് കൂടിയാണ്. TVSൻ്റെ ലോഗോ പോലും നമുക്ക് ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു ചെറിയ കാർബൺ ഫൈബർ ഫിനിഷിലുള്ള പോർഷനും കൊടുത്തിട്ടുണ്ട്. RTFI അഥവാ റേസ് ട്യൂൺഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു എഞ്ചിൻ കൗൾ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ എഡ്ജ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പാഷെ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ വൈറ്റിലാണ് വരുന്നത്. ഇവിടെയും ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള എലമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മൊത്തത്തിൽ ഓരോ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ തന്നെ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. RTR 160 ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റിൽ നമുക്ക് റെഡ് സ്റ്റിച്ചിങ്സ് കാണാൻ സാധിക്കും. കുറച്ചും കൂടെ സ്പോർട്ടി ലുക്ക് വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഗ്രാബ് റെയിൽ നോക്കിയാൽ തന്നെ സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന നല്ല സ്റ്റേഡി ആയിട്ടുള്ള സ്പോർട്ടി ലുക്കിംഗ് ഗ്രാബ് റെയിൽസാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലാമ്പാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. LED ടെയിൽ ലാമ്പാണ്. വളരെ നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയ കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബാക്ക് ടയർ വരുന്നുണ്ട്. ബാക്ക് ടയറിൻ്റെ സൈസ് ഈ ഒരു വാഹനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് 110 സെക്ഷൻ ടയറാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. റേഡിയൽ ടയറാണ് TVSൻ്റെ. അതേപോലെ നമുക്ക് 130 mm ഡ്രം ബ്രേക്കാണ് വാഹനത്തിൽ വരുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഡിസ്ക് ബ്രേക്ക് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 120 സെക്ഷൻ അല്ലെങ്കിൽ 130 സെക്ഷൻ്റെ ഒരു ടയറും അതേപോലെ തന്നെ ബാക്കിൽ ഡിസ്ക് ബ്രേക്കും കിട്ടുന്നതാണ്. എക്സോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ RTR എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു RTR എന്നുള്ള ബാഡ്ജിങ്ങും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പില്ലൻ ഫുഡ് റെസ്റ്റിന് ഒരു അലുമിനിയം ഫിനിഷും നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ഫീൽ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാർട്ടാണെന്നുള്ളത്. അതേപോലെ റൈഡർ ഫുഡ് പാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് റബ്ബർ പാഡിങ് വരുന്നുണ്ട്. സോ വൈബ്രേഷൻസ് എലിമിനേറ്റ് ആവും. വാഹനത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ഗ്രിപ്പും റൈഡറിന് കിട്ടുന്നതാണ്. കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ബ്രേക്ക് ലിവറിന് ഒരു ചെറിയ ഗ്രേയിഷ് ടോണാണ് കൊടുത്തിരിക്കുന്നത്. എൻജിൻ നല്ല ഫുൾ ബ്ലാക്ക് ലേഔട്ടിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെൽത്തി ലുക്കായിട്ടാണ് എഞ്ചിൻ്റെ പോർഷൻ ഇരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. 37 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ABS സൂപ്പർ മോട്ടോ എന്ന് കാണാം. അതായത് സിംഗിൾ ചാനൽ ABS മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ സൂപ്പർ മോട്ടോ ABS എന്നാണ് TVS വിശേഷിപ്പിക്കുന്നത്. അതേപോലെ 270 mm ഫ്രണ്ട് പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് വാഹനത്തിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. 2 പോർട്ട് ആക്ച്വൽ കാലിപ്പറും ഫ്രണ്ടിൽ കാണാൻ സാധിക്കും.
17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്, 5 സ്പോക്ക് അലോയ് ആണ്. അതേപോലെ തന്നെ 90/90 സെക്ഷൻ്റെ ഫ്രണ്ട് ട്യൂബ്ലെസ് ടയറും കാണാൻ സാധിക്കും. ഫ്രണ്ട് ആൻഡ് ബാക്ക് ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. MIG സസ്പെൻഷൻ സെറ്റപ്പാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഡബിൾ സൈഡർ സസ്പെൻഷനാണ്. MIG എന്ന് പറയുന്നത് മോണോ ട്യൂബ് ഇൻവേർട്ടഡ് ഗ്യാസ് ഫീൽഡ് സസ്പെൻഷൻ എന്നാണ്. അതിൽ സ്പ്രിംഗ് അസിസ്റ്റൻറ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ആൻഡ് ബെസ്റ്റ് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡർ സസ്പെൻഷനാണ്. RTR 160 ഓടിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു സസ്പെൻഷൻ്റെ മികവ് മനസ്സിലാവും. നല്ല കംഫർട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് സ്പീഡിൽ പോയാലും നല്ല ഒരു കൺട്രോളിങ് കിട്ടുന്ന തരത്തിലാണ് സസ്പെൻഷൻ്റെ സെറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. 790 mm ആണ് വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടി തട്ടും എന്നുള്ള പേടി നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു വാഹനത്തിൽ വരില്ല. ഓവറോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 137 കിലോഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ ഈ ഒരു ഡ്രം ബ്രേക്ക് വേരിയൻറ്റിന്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ലൈറ്റസ്റ്റ് മോട്ടോർ സൈക്കിൾസിൽ ഒന്നുകൂടിയാണ് ഈ കാണുന്ന അപ്പാഷെ RTR 160 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ആ ഒരു 159.7 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് SOSC റേസ് ട്യൂൺഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. മാക്സിമം പവറായിട്ടുള്ള 16 PS പവർ 8750 RPM, മാക്സിമം ടോർക്ക് 13.85 Nm, 7000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ റൈഡിംഗ് മോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ റൈഡിംഗ് മോഡ്സിനനുസരിച്ച് പവർ ആൻഡ് ടോർക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ABS സെൻസിറ്റിവിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഈ ഒരു എഞ്ചിനെ മേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു എഞ്ചിനാണ്, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ബോക്സുമാണ്. നല്ല ലോ ആൻഡ് ടോർക്കും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 2 വാൽവ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതാണ് ഇതും 164V തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. 164Vയേക്കാളും കുറച്ചും കൂടെ ലോ ആൻഡ് ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ 2V മോഡലിൽ തന്നെയായിരിക്കും. അത് ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇനി അവസാനമായിട്ട് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,41,000 രൂപയോളമാണ് 2024 ജൂലൈയിലെ പ്രൈസ് പ്രകാരം ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് കോട്ടയം പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റ് വേരിയൻസ്, അതായത് 2Vയുടെ തന്നെ മറ്റ് ഡിസ്ക് വേരിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 10,000-15,000 രൂപയുടെ വ്യത്യാസം ഈ ഒരു ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് എഡിഷൻ വരുന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് അവരുടെ സ്മാർട്ടെക്സ് കണക്ടിവിറ്റി ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ ബാക്ക് ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രൈസ് ഡിഫറൻസ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളത് വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. പ്രത്യേകിച്ച് ബ്ലാക്ക് ലവേഴ്സ്, നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് കളർ ഓപ്ഷൻസിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു വാഹനം അല്ലെങ്കിൽ അപ്പാഷെ RTR 160 മോഡൽ തപ്പി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ ഇത് ഓടിച്ച് നോക്കണം, നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോറൂമിലേക്ക് വരാവുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത്. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഓഫ്.